ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എ ഷിപ്പ്വ്രെക്ക്ഡ് സെയിലർ എന്ന ചാപ്റ്ററിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി, ഫിൽ ഇൻ ദ ഫോളോയിങ് മൈൻഡ് മാപ്പ് ഓഫ് ദി സ്റ്റോറി എ ഷിപ്പ്വ്രെക്ക്ഡ് സെയിലർ. എ ഷിപ്പ്വ്രെക്ക്ഡ് സെയിലർ എന്ന സ്റ്റോറിയുടെ മൈൻഡ് മാപ്പാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ആണ് അല്ലേ, ക്യാരക്ടേഴ്സും അവരുടെ ഫീച്ചേഴ്സും. ഓക്കെ, ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് വരുന്നത്? അവിടെ ഫസ്റ്റ് വെലാസ്കോ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. അവിടെ നമുക്ക് കാസ്റ്റിലോ, കാരബെല്ലോ, റെങ്കിഫോ, ഹെറാറ ഇങ്ങനെ എഴുതാം അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് എ ഷിപ്പ്വ്രെക്ക്ഡ് സെയിലർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മെയിൻ ഇവൻറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറിയിലെ മെയിൻ ഇവൻറ്റ്സ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മെയിൻ ഇവൻറ്റ്സ്? ഫസ്റ്റ് വരുന്നത് വെലാസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ് were traveling in a ship. Then second one, the ship wrecked in the Caribbean Sea. Velasco managed to get on a raft. Third one, he tries to rescue his mates but he couldn't. He lost them. Then fourth one, he survived 10 days on the open sea without food and water. ആ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ എന്താണ് ആദ്യം നടന്നത് ഫസ്റ്റ് എഴുതുക, ദെൻ സെക്കൻഡ് എഴുതുക, അങ്ങനെ എഴുതിയാൽ മതി അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് വേർഡ്സ് ഡിസ്ക്രൈബിങ് ദി സീ ആണ് അല്ലേ. ആ സീയെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? സോ നോക്കാം അല്ലേ, ഏതൊക്കെയാണ്? അബീസ്, ചോപ്പി വേവ്സ്, ജൈജാൻറ്റിക് വേവ്, ലേർച്ചിങ്, സ്ട്രോങ്. ദെൻ നെക്സ്റ്റ് വരുന്നത് വേർഡ്സ് ഡിസ്ക്രൈബിങ് ലോൺലിനെസ്. ലോൺലിനെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഒറ്റപ്പെടലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? അട്ടേർലി, ഡിസൊലേറ്റ്, എക്സ്ട്രാ ഓർഡിനറിലി. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. യു ഹാവ് ഐഡൻറ്റിഫൈഡ് ദി മേജർ ഇവൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി ഹാവ് ഇൻ യു. ഈ സ്റ്റോറിയിലെ മേജർ ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഹിയർ ഈസ് എ ഗ്രാഫിക് സ്റ്റോറി ഫോർ യു. ഇവിടെ താഴെ എന്താണ്, നമുക്ക് ഗ്രാഫിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്താണ്, പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് താഴെ നമുക്ക് കാണിച്ചു തരുന്നത്. സ്റ്റഡി ദ പിക്ചേഴ്സ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് ഇവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഓരോ പിക്ചേഴ്സും നമ്മൾ നന്നായി കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ഇവൻറ്റ് ഏതാണെന്ന്, സംഭവം എന്താണെന്ന് താഴെയുള്ള സ്പേസിൽ അവിടെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എഴുതാണ് ചെയ്യേണ്ടത്. നൗ യു ക്യാൻ നെറേറ്റ് ദി സ്റ്റോറി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വെലാസ്കോ. സം ഇവൻറ്റ്സ് ആർ ഗിവൺ ടു ഹെൽപ്പ് യു. എന്താണ്, നമുക്ക് ഈ വെലാസ്കോയുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഈ സ്റ്റോറി നമ്മളിവിടെ നെറേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് താഴെ അല്ലേ. അതിൽ ഓരോ പിക്ചേഴ്സും നമ്മൾ നന്നായി സ്റ്റഡി ചെയ്തിട്ട് അതിന് ഓരോ പിക്ചറിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇവൻറ്റ്, സംഭവം എന്താണെന്ന് ഈ സ്റ്റോറിയിൽ നോക്കിയിട്ട് നമ്മൾ അതിന് താഴെ എഴുതണം. ട്രൈ ടു ആഡ് പോസിബിൾ ഡയലോഗ്സ് ടു. എന്താണ്, ആ പോസിബിൾ ആയിട്ടുള്ള ഡയലോഗ്സും അതിൽ നമ്മൾ ആഡ് ചെയ്യണം. സോ ഇവിടെ ഫസ്റ്റ് പിക്ചർ നോക്കാം. എന്താണ്, മൊബൈൽ അലബാമ, USA, February 28, 1955. I am Velasco. I am a sailor and the narrator of the story that's called as my ship. I am traveling from Mobile, Alabama in the US to my country, Colombia. എന്താണ്, വെലാസ്കോ ആണ്. എന്താണ്, ഞാൻ സെയിലറാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോറിയുടെ നെറേറ്ററാണ് അല്ലേ. ഞാൻ എന്താണ് ചെയ്യുന്നത്, അവർ US നിന്ന് അവരുടെ രാജ്യമായിട്ടുള്ള കൊളംബിയയിലേക്ക് ഷിപ്പിൽ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ദെൻ സെക്കൻഡ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ്, ഐ ഹാവ് 4 ഷിപ്പ്മേറ്റ്സ്. ദേ ആർ കാരബെല്ലോ, കാസ്റ്റിലോ, റെങ്കിഫോ ആൻഡ് ഹെറാറ. എനിക്ക് 4 ഷിപ്പ്മേറ്റ്സ് ഉണ്ട്. ആരൊക്കെയാണ്? കാരബെല്ലോ, കാസ്റ്റിലോ, റെങ്കിഫോ, ഹെറാറ. ദെൻ തേർഡ് പിക്ചർ എന്താണ്, ആ ഷിപ്പ് അവിടെ തകരുന്ന, അതിൽ മുങ്ങുന്ന ആ ഒരു പിക്ചറാണ് അല്ലേ. സോ അതിന് എന്തെഴുതാം? സഡൻലി ദ ഷിപ്പ് wrecked in a storm in the middle of the Caribbean Sea. Then fourth one, my shipmates were trying to get on to the raft. None of them could reach the rafts. Then fifth picture, we called out each other and tried to stay afloat. ഇതിൽ ഡയലോഗ് വരുന്നുണ്ട്, ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ. ദെൻ സിക്സ്ത് വൺ, ദ വിൻഡ് ഈസ് വിപ്പിംഗ് ഹാർഡ്. ഐ ആം നോട്ട് ഏബിൾ ടു സിറ്റ് ഓൺ ദി റാഫ്റ്റ്. എന്താണ്, കാറ്റ് ഭയങ്കര ശക്തമായിട്ട് കാറ്റുണ്ട് അല്ലേ, അതുകൊണ്ട് എനിക്ക് ആ റാഫ്റ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ദെൻ സെവൻത്ത് പിക്ചർ,
I rowed against the wind and tried to reach my shipmates. എന്താണ്, ഞാൻ ആ കാറ്റിനെതിരെ തുഴഞ്ഞിട്ട് എൻ്റെ ഷിപ്പ്മേറ്റ്സിൻ്റെ അടുത്ത് എത്താനായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. ഡയലോഗ് വരുന്നുണ്ട് അല്ലേ. എന്താണ്, ഹെറാറ ഐ ആം കമ്മിങ് കീപ് വേവിങ്. ദ നെക്സ്റ്റ് 8th one, suddenly a gigantic wave lifted the raft. I saw only the hands of Carabello and Castillo. ഒരു എന്താണ്, ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വന്നിട്ട് ആ റാഫ്റ്റ് ഉയർത്താണ് ചെയ്യുന്നത് അല്ലേ. സോ പിന്നീട് എന്താണ്, ആ കാരബെല്ലോയുടെയും കാസ്റ്റിലോയുടെയും കൈകൾ മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. സോ ഇവിടെ ഡയലോഗ് വരുന്നുണ്ട് അല്ലേ. കാരബെല്ലോ കാസ്റ്റിലോ സ്റ്റേ എബോ എന്ന് പറയുന്നുണ്ട്. ദ 9th one, meanwhile Rengifo tried to stay above the water with his headphone aloft in his right hand. എന്താണ്, റെങ്കിഫോ സ്റ്റേ മുകളിൽ, വള്ളത്തിന് മുകളിൽ തന്നെ നിൽക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടല്ലേ. അവൻ്റെ കയ്യിലൊരു ഹെഡ്ഫോണൊക്കെ ഉണ്ട്. ദെൻ 10th പിക്ചറാണ്. റെങ്കിഫോ ലോസ്റ്റ് ഹിസ് ഹേർട്ട് ആൻഡ് ഹിസ് സാങ്ക് ഇൻ ദ സീ. എന്താണ്, റെങ്കിഫോ ആകെ ക്ഷീണിതനാവാണ്, എന്നിട്ട് എന്താണ്, ആ കടലിൽ മുങ്ങാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ ഡയലോഗ് വരുന്നുണ്ട്, റെങ്കിഫോ സ്റ്റേ എബോ എന്നല്ലേ. ദെൻ 11th one ആണ്. I sat on the side of the raft waiting to be rescued. I thought it would take them at least 2 or 3 hours to rescue me. എന്താണ്, ആ റാഫ്റ്റിൻ്റെ അടുത്ത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. എന്താണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടില്ലേ. 12th one, I don't know what to do. I looked at my belongings. I have a watch, a gold ring, keys to my locker and 3 business cards. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അല്ലേ. എന്തൊക്കെയാണ്, ഒരു വാച്ച്, ഗോൾഡ് റിങ്, കീസ് ഉണ്ട്, അതുപോലെ ബിസിനസ് കാർഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, വിച്ച് ഇവൻറ്റ് ഇൻ ദ സ്റ്റോറി ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ട്രാജിക്? വൈ? ഈ സ്റ്റോറിയിൽ ഏറ്റവും ദുരന്തപരമായിട്ടുള്ള, ട്രാജിക് ആയിട്ടുള്ള ഇവൻറ്റ് ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? വൈ? എന്തുകൊണ്ട്? ഓക്കെ, എന്ത് എഴുതാം? ഐ തിങ്ക് ദി മോസ്റ്റ് ട്രാജിക് ഇവൻറ്റ് ഈസ് ദാറ്റ് ദ ഷിപ്പ്‌റെക്ക്ഡ് ഇൻ എ സ്റ്റോം ഇൻ ദ മിഡിൽ ഓഫ് ദി കരീബിയൻ സീ ബിക്കോസ് 4 കൊളംബിയൻ സെയിലേഴ്സ് ഡ്രോൺഡ് ഇൻ ദിസ് ട്രാജഡി. ഓക്കെ, എന്ത് പറയാം? ആ കരീബിയൻ സീയുടെ നടുക്ക് വെച്ച് ആ ഷിപ്പ് തകർന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു ഇവൻറ്റിനെയാണ് ഏറ്റവും ട്രാജഡി ആയിട്ടുള്ള ഇവൻ്റായിട്ട് പറയാൻ കഴിയുന്നത്. അതിനുള്ള കാരണം എന്താണ്? 4 കൊളംബിയൻ സെയിലേഴ്സ് അതിൽ ആ ഒരു ദുരന്തത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ ഓപ്പണിംഗ് സെൻറ്റൻസ് ഓഫ് ദി സ്റ്റോറി. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടർലി എലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. ഓക്കെ, ഈ സ്റ്റോറിയുടെ ഓപ്പണിംഗ് സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. എന്താണ്, ആ നടുക്കടലിൽ ഞാൻ തികച്ചും ഒറ്റക്കാണെന്നായിരുന്നു എൻ്റെ ഒരു ഇംപ്രഷൻ, എൻ്റെ ഒരു ധാരണ എന്നതാണ് അല്ലേ. ഹിയർ ദി നെറേറ്റർ ഡിസ്ക്രൈബ്സ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക് ഇൻ ഫസ്റ്റ് പേഴ്സൺ. How would the sentence change if he expressed the same in third person? ഓക്കെ, ഇവിടെ എന്താണ്, ആ നെറേറ്റർ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, ആ ഷിപ്പ്‌റെക്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് പേഴ്സണിലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ തേർഡ് പേഴ്സണിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റമാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുകയാണ് അല്ലേ. അവിടെ മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടർലി എലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. മൈ ഐ എന്നൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഉപയോഗിക്കുക അല്ലേ. ദെൻ ഇവിടെ തേർഡ് പേഴ്സണിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, ഈ ഒരു കാര്യത്തെ വേറെ ഒരാൾ പറയുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുമെന്നാണ് നോക്കുന്നത് അല്ലേ. സോ ഇവിടെ his first impression was that he was utterly alone in the middle of the ocean. സോ ഇവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയിട്ടുള്ളത്? മൈ ഐ എന്ന് യൂസ് ചെയ്തെടുത്ത് ഹിസ് ഹി എന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദി പൊസസീവ് ഫോം ഓഫ് നൗൺസ് ആർ മെയ്ഡ് ബൈ ആഡിങ് എസ് ടു ദി നൗൺസ്. എന്താണ്, ഒരു നൗണിൻ്റെ പൊസസീവ് ഫോം ചെയ്യാനായിട്ട്, മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ നൗണിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ താഴെ എക്സാമ്പിൾ ഉണ്ട്, സജ്നാസ് ബുക്ക്, രാഹുൽസ് ബാറ്റ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രൊനൗൺസ് ദി വേർഡ്സ് ടേക്ക് ന്യൂ ഫോംസ്. ദി പൊസസീവ് ഓഫ് ഐ ഈസ് മൈ. സോ എന്താണ്, ഇവിടെ നൗൺസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസസീവ് ഫോം വരുത്താനായിട്ട് അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. നൗണിന് പകരം പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
അവിടെ നമുക്ക് എന്താണ് അതിൻ്റെ പൊസസീവ് ഫോം ലഭിക്കുന്നത് വേറെ ഒരു വേർഡായിട്ടാണ് അല്ലേ. ആ വേർഡിൻ്റെ വേറെ ഒരു ഫോം ആയിട്ടാണ്. മുകളിൽ നമ്മൾ കണ്ടല്ലോ അല്ലേ, ഐയുടെ പൊസസീവ് ഫോം വരുന്നത് മൈ എന്നാണ് അല്ലേ. അതുപോലെ ഹി എന്നതിന് എന്താ വരുന്നത്, ഹിസ് എന്നാണ് വരുന്നത്. ഫൈൻഡ് ദ പൊസസീവ് ഫോംസ് ഓഫ് ദി പ്രൊനൗൺസ് വി, യു, ഹി, ഷീ, ദേ ആൻഡ് ഇറ്റ്. സോ ഇവിടെ തന്നിട്ടുള്ള ഈ വേർഡ്സിൻ്റെ ഒക്കെ പൊസസീവ് ഫോംസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ ഏതൊക്കെയാണ്? വിയുടെ പൊസസീവ് ഫോം വരുന്നത് അവർ എന്നാണ്. യു എന്നതിൻ്റെത് യുവർ എന്നാണ്. ഹി എന്നത് ഹിസ് ആണ്. ഷീ എന്നത് ഹെർ ആണ്. ദേ എന്നത് ദെയർ ആണ്. ഇറ്റ് എന്നതിൻ്റെത് ഇറ്റ്സ് ആണ്. ഓക്കെ, സോ ഇനി എന്താണ്? യൂസ് ഈച്ച് പ്രൊനൗൺ ആൻഡ് ഇറ്റ്സ് പൊസസീവ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. എന്താണ്? ഈ ഓരോ പ്രൊനൗൺസും അതിൻ്റെ പൊസസീവ് ഫോംസും വരുന്ന രീതിയിൽ സെൻറ്റൻസുകൾ നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓക്കെ, നോക്കാം അല്ലേ. വി ആർ ഗോയിങ് ടു അവർ സ്കൂൾ. നെക്സ്റ്റ്, യുവർ ബ്രദർ ഈസ് ടോൾ ബട്ട് യു ആർ ഷോർട്ട്. ഹി ഈസ് സിറ്റിംഗ് ഇൻ ഹിസ് ഗാർഡൻ. ഷീ ഈസ് ഡ്രൈവിംഗ് ഹെർ കാർ. ദേ ആർ സെർച്ചിങ് ഫോർ ദെയർ ബോൾ. ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് ഇൻ ഇറ്റ്സ് കേജ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ലുക്ക് അറ്റ് സം ഓഫ് ദി വേർഡ്സ് യൂസ്ഡ് ഇൻ ദി സ്റ്റോറി. സ്റ്റോറിയിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അൺഎക്സ്പെക്റ്റഡ്ലി, ഡിസപ്പിയർഡ്, ഇൻഡെഫിനിറ്റ്ലി, റീഅഷ്യൂറിംഗ്. It can be seen that the suffixes ly, ed and ing are used after the root word. You can also see that some elements are added before the root word. ഇതിൽ കുറച്ച് സഫിക്സസ് ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർഡിൻ്റെ, ഒരു റൂട്ട് വേർഡിൻ്റെ ലാസ്റ്റിലായിട്ട് ആഡ് ചെയ്യുന്ന, അവസാനത്തിലായിട്ട് ആഡ് ചെയ്യുന്ന വേർഡ്സിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത് അല്ലേ. സോ അൺഎക്സ്പെക്റ്റഡ്ലി എന്നതിൽ അൺഎക്സ്പെക്റ്റഡ് എന്ന വേർഡിൻ്റെ ലാസ്റ്റിൽ ly ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഡിസപ്പിയർഡ് എന്നതിൽ ഡിസപ്പിയർ എന്ന വേർഡിൻ്റെ ലാസ്റ്റിൽ ed ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ly, ed, ing ഇവയൊക്കെയാണ് സഫിക്സസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇവിടെ റൂട്ട് വേർഡ്സിൻ്റെ ലാസ്റ്റിലായിട്ടാണല്ലോ അല്ലേ ly, ed, ing ഇവയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ റൂട്ട് വേർഡിൻ്റെ ഫ്രണ്ടിലായിട്ട്, മുന്നിലായിട്ടും ഇതുപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അൺ, ഡിസ്, ഇൻ ആൻഡ് റീ റെസ്പെക്റ്റീവ്ലി ആർ ആഡഡ് ബിഫോർ ദി റൂട്ട് വേർഡ്. ഇതുപോലെ റൂട്ട് വേർഡിൻ്റെ മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അൺ, ഡിസ്, ഇൻ, റീ. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രിഫിക്സസ് ഇൻ ഇംഗ്ലീഷ്. ഇവയെ നമ്മൾ എന്താ പറയുന്നത്? പ്രിഫിക്സ് എന്നാണ് പറയുന്നത് അല്ലേ. ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ വിത്ത് പ്രിഫിക്സഡ് വേർഡ്സ് ഐഡൻറ്റിഫൈഡ് ഫ്രം ദി സ്റ്റോറി ഓർ വിത്ത് സച്ച് വേർഡ്സ് ഫ്രം എ ഡിക്ഷണറി. ഇനി എന്താണ്? താഴെയുള്ള ടേബിളിൽ ഇതുപോലെയുള്ള പ്രിഫിക്സഡ് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഡിക്ഷണറിയിൽ നോക്കി എഴുതാം, അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. സോ ഫസ്റ്റ് വേർഡ് വരുന്നത് അൺ ആണ് അല്ലേ. അൺ ആഡ് ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്, അൺകംഫർട്ടബിൾ, അൺഹാപ്പി, അൺഎക്സ്പെക്റ്റബിൾ. നെക്സ്റ്റ് ഡിസ് വരുന്നതാണ് അല്ലേ. ഡിസേബിൾ, ഡിസ്ലൈക്ക്, ഡിസ്കണക്ട്, ഡിസ്എഗ്രി. നെക്സ്റ്റ് ഇൻ വരുന്നതാണ് ഇൻഡിവിസിബിൾ, ഇൻആക്റ്റീവ്, ഇൻകംപ്ലീറ്റ്, ഇൻഡയറക്റ്റ്. നെക്സ്റ്റ് റീ വരുന്നതാണ് റീ ഓപ്പൺ, റീസ്റ്റാർട്ട്, റിക്കവർ, റിന്യൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് പിക്കിംഗ് അപ്പ് ദി റൈറ്റ് വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ്. താഴെയുള്ള പാസേജിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഫിൽ ചെയ്യാനാണ് അല്ലേ. ഏതൊക്കെയാണ് വേർഡ്സ് എന്ന് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇംപ്രഷൻ, റെക്കഗ്നൈസ്, കണ്ടംപ്ലേറ്റ്, സർഫേസ്, എവിഡൻസ് ഇവയൊക്കെയാണ് അല്ലേ. ഓക്കെ, ഐ ക്യാൻറ്റ് അവിടെ വരുന്നത് കണ്ടംപ്ലേറ്റ് എന്നാണ്. ഐ ക്യാൻറ്റ് കണ്ടംപ്ലേറ്റ് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി എലോൺ. എന്താണ്? എന്നെക്കൊണ്ട് എന്താണ് തനിച്ചിരിക്കുക എന്നൊരു കാര്യം എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല എന്ന ഒരു മീനിങ് ആണ് ഐ ക്യാൻ കണ്ടംപ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈ ഡാഷ് വരുന്നുണ്ട്. മൈ ഇംപ്രഷൻ ഓഫ് ഇറ്റ് ഈസ് റിയലി ഫ്രൈറ്റനിങ്. അതിനോടുള്ള എൻ്റെ ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? റിയലി ഫ്രൈറ്റനിങ് ആണ്, പേടിപ്പെടുത്തുന്നതാണ്. ഐ ആം സേയിങ് ദിസ് ബേസ്ഡ് ഓൺ ദി എവിഡൻസ്. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണ്? എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഐ ഗോട്ട് ഫ്രം മൈ റീഡിങ്. എനിക്ക് എൻ്റെ റീഡിങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പോലെ. ഐ ഓൾസോ റെക്കഗ്നൈസ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദാറ്റ് ഫ്ലോട്ടിംഗ് ഓൺ ദി സർഫേസ് ഓഫ് ദി സീ ഓൺ എ ബോട്ട് അലോൺ ഈസ് more frightening experience than being trapped in a forest.
നമ്മളൊരു കാട്ടിൽ അകപ്പെടുകയാണെങ്കിൽ, അവിടെ ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും വലിയ പേടിപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ കടലിൻ്റെ നടുക്ക് പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് അല്ലേ. നെക്സ്റ്റ് ലെറ്റ് us write. Activity 1. The narrator was given a heroic welcome by the people of his locality. Imagine that he narrates his experience in a public meeting. Write the possible speech the narrator might have delivered. എന്താണ് ആ നെറേറ്ററുടെ നാട്ടിൽ എന്താണ് ഒരു ഹീറോയിക് വെൽക്കം കൊടുക്കുകയാണ് അല്ലേ, ഒരു പാർട്ടി കൊടുക്കുകയാണ്. നെറേറ്റർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ ആ ഒരു പ്രോഗ്രാമിൽ ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു സ്പീച്ച് എന്തായിരിക്കുമെന്ന് നമ്മളിവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. ഐ ഹാവ് നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ബി അലൈവ്. ഇറ്റ് വാസ് എ ട്രാജിക് എക്സ്പീരിയൻസ്. ഓക്കെ, എന്താണ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. എന്താണ് അതൊരു ഭയങ്കര ദുരന്തപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ ഈ ജീവനോടെ നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. The shipwreck, reached the life raft, try to rescue my shipmates. The loss of my friends, stand motionless in the searching, the empty sea, listening to the sharp howl of the wind. Loneliness, the hunger and thirst, and the miraculous escape. This experience has taught me a lot. എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലേ, ആ ഷിപ്പ്രക്ക് ആയത്, അതുപോലെ ആ ലൈഫ് റാഫ്റ്റിൽ അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രണ്ട്സിനെ അവർക്ക് നഷ്ടമായിട്ടുള്ളത്, അതുപോലെ എന്താണ് അവിടെ എലോണായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ആ ഒരു ലോൺലിനെസ്, അതുപോലെ ആ ഒരു വിശപ്പും ദാഹവും അവിടുന്ന് മിറാക്കുലസ് ആയിട്ട് രക്ഷപ്പെട്ടത്. ഈ ഒരു എക്സ്പീരിയൻസുകളൊക്കെ എന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ടോളറൻസ്, പ്രിസെവറൻസ് ആൻഡ് കോൺഫിഡൻസ് ക്യാൻ ലീഡ് അസ് ടു വിക്ടറി. നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് അല്ലേ. ഐ എം വെരി ഹാപ്പി ഫോർ ഗിവിങ് മീ സച്ച് എ ബ്യൂട്ടിഫുൾ വെൽക്കം ഇൻ മൈ ഹോം ടൗൺ. ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഓൾ. എന്താണ് ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെൽക്കം എനിക്ക് തന്നതിന് എന്താണ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്ന് പറയാണ്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. താങ്ക്സ് അഗെയിൻ. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2. The story The Shipwrecked Sailor is narrated from the point of view of a man involved in a shipwreck. If you were Velasco's friend, how would you narrate the story? You may begin like this. ഈ ഒരു സ്റ്റോറി ഷിപ്പ്രക്ക്ഡ് സെയിലർ എന്ന ഈ ഒരു സ്റ്റോറി അത് നെറേറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ്? ആ ഷിപ്പ്രക്കിൽ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറി നാരേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ഈ ഒരു സ്റ്റോറിയെ നിങ്ങൾ വെലാസ്കോയുടെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാണ് ഈ സ്റ്റോറി പറയുന്നതെങ്കിൽ, നെറേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. ഇതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അല്ലേ. വെലാസ്കോ ആൻഡ് ഹിസ് 4 ഫ്രണ്ട്സ് were sailing through the Caribbean Sea suddenly. വെലാസ്കോയും അവരുടെ 4 ഫ്രണ്ട്സും കൂടി എന്താണ് കരീബിയൻ സീയിലൂടെ ഇങ്ങനെ പോവായിരുന്നു അല്ലേ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു ബാക്കി നമ്മൾ എഴുതണം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇവിടെ ഒരു മോഡൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സഡൻലി ദ ഷിപ്പ് റിക്വയർഡ് ഇൻ എ സ്റ്റോം ഇൻ ദ മിഡിൽ ഓഫ് ദി കരീബിയൻ സീ. ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് were trying to stay afloat. Suddenly 2 life rafts appeared on the crest of a wave. His shipmates were trying to get onto the rafts. None of them could reach the rafts, but Velasco got onto the raft. His friends Castillo and Carabello were trying to reach him. Castillo had a firm grip around Carabello's neck. Velasco saw Herrera. He was waving at him while he held on to a crate. Velasco began to paddle furiously to rescue Herrera. But the life raft was almost 2 meters long. He couldn't rescue Herrera. This time, Carabello was struggling with Castillo so that Castillo wouldn't let go. They were less than 3 meters away, but a gigantic wave lifted the raft. When the raft came down again, they had vanished. Velasco saw Rengifo on the other side. He was trying to stay above water with his headphones aloft in his right hand.
He was swimming confidently towards the Velasco. He began to paddle to rescue him, but he was tiring. The raised hand sank for hour less than 2 meters from the oar. Velasco sat on the side of the raft, waiting to be rescued, clinging to a life raft without food and water. He survived 10 days on the open sea. After 10 days, he escaped. Next, activity 3. Read the following sentences in the sentences column. Change them into news headlines and write them in the news headlines column. ഇവിടെ താഴെ എന്താണ് രണ്ട് കോളംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു കോളത്തിൽ സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, ദെൻ സെക്കൻഡ് കോളത്തിൽ ന്യൂസ് ഹെഡ്ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസുകൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ അവയ്ക്ക് മാച്ചായിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസുകളാക്കിയിട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? Okay, first sentence എന്താണ്? 4 sailors of the Colombian Navy were drowned in the Caribbean Sea when they shipwrecked in a devastating storm. Okay, അവിടെ ന്യൂസ് ഹെഡ്ലൈൻസ് ഏത് കൊടുക്കാം? 4 Colombian sailors drowned എന്ന് കൊടുക്കാം. Then second sentence, the sailor Velasco was given a heroic welcome in a public meeting at his hometown. ആ വെലാസ്കോയ്ക്ക് എന്താണ് അവരുടെ നാട്ടിൽ ഒരു ഹീറോയിക് വെൽക്കം കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ ഒരു കാര്യത്തെ എങ്ങനെ ഹെഡ്ലൈൻ ആക്കാം? വെലാസ്കോ ഗിവൺ എ ഹീറോയിക് വെൽക്കം. ദെൻ തേർഡ് സെൻറ്റൻസ്, ദി കൊളംബിയൻ നേവി കണ്ടിന്യൂസ് ദെയർ സെർച്ച് ടു റിക്കവർ ദി ബോഡീസ് ഓഫ് ദി 4 sailors drowned in the Caribbean Sea. ആ കരീബിയൻ സീയിൽ എന്താണ് മുങ്ങിപ്പോയിട്ടുള്ള സെയിലേഴ്സിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ കൊളംബിയൻ നേവി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയണം. സോ അതിനെ ഹെഡ്ലൈൻസ് ആക്കുന്നത് എങ്ങനെയാണ്? 4 sailors drowned, search continues. Now develop any of the news headlines into a complete news report. ഇതിൽ ഏതെങ്കിലും ഒരു ഹെഡ്ലൈൻസിനെ കംപ്ലീറ്റ് ന്യൂസ് റിപ്പോർട്ടാക്കി ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് എഴുതാം. 4 Colombian sailors drowned എന്നത് എഴുതാം. ഓക്കെ, കൊളംബിയ, പിന്നെ ജസ്റ്റ് ഒരു ഡേറ്റ് കൊടുക്കാം. Then Caldas, a Colombian ship was wrecked in Caribbean Sea. The ship was traveling from Mobile, Alabama to Colombia. Ramon Herrera, Eduardo Castillo, Julio Murder Carabello, and Luis Rengifo, these 4 sailors were drowned. The Caribbean Navy started searching for the dead bodies. It is told that many rescue workers will join the team next day. എന്താണ് കൊളംബിയൻ ഷിപ്പായിട്ടുള്ള കൽദാസ് എന്താണ് തകർന്നിട്ടുണ്ട് അല്ലേ? കരീബിയൻ സീയിൽ വെച്ചിട്ട് മുങ്ങിയിട്ടുണ്ട്. അതിൽ എന്താണ് മൊബൈൽ അലാബമയിൽ നിന്ന് കൊളംബിയയിലേക്കാണ് ആ ഷിപ്പ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെറാറ, കാസ്റ്റിലോ, കാരബെല്ലോ, റെങ്കിഫോ ഇങ്ങനെയുള്ള 4 സെയിലേഴ്സ് അതിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. കരീബിയൻ നാവി അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഡെഡ് ബോഡീസിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. ഇനി കൂടുതൽ രക്ഷാപ്രവർത്തകർ നാളെ മുതൽ ആ ടീമിൽ ജോയിൻ ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 4. ഇമാജിൻ ദാറ്റ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ബ്രേക്കിംഗ് ന്യൂസ് ഓഫ് ദി ഷിപ്പ്‌റെക്ക് ആൻഡ് ദി ഡെത്ത് ഓഫ് ദി സെയിലേഴ്സ് ഫോർ എ TV ചാനൽ. റൈറ്റ് ദ പോസിബിൾ ബ്രേക്കിംഗ് ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് പ്രസൻറ്റ് ദം ഓറലി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. ഈ ഷിപ്പ്‌റെക്കും അതുപോലെ തന്നെ അതിൽ ആ 4 സെയിലേഴ്സിൻ്റെ മരണവും ന്യൂസായിട്ട് എന്താണ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് നമ്മൾ TV-യിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അതിന് നൽകാൻ കഴിയുന്ന പോസിബിളായിട്ടുള്ള ഹെഡ്ലൈനുകൾ, ന്യൂസ് ഹെഡ്ലൈൻസുകൾ നമ്മളോട് എഴുതാനാണ്, എന്നിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു മോഡൽ നോക്കാം അല്ലേ? കൊളംബിയൻ ഷിപ്പ് കൽദാസ് wrecked in Caribbean Sea, 4 sailors drowned. ഓക്കെ, ഇതുപോലെയുള്ള കൂടുതൽ ഹെഡ്ലൈൻസ് നിങ്ങൾക്ക് തയ്യാറാക്കാം. നെക്സ്റ്റ്, ലെറ്റ് us speak. ആക്ടിവിറ്റി 1. Prepare 10 questions for interviewing the narrator Velasco, who quite unbelievably escaped from the shipwreck. You may attempt this as a pair activity in which one of you can be the interviewer and the other the narrator. ഇവിടെ എന്താണ്, ആ ഷിപ്പ്‌റെക്കിൽ അൺബിലീവബിളായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരാളാണ് ആ നെറേറ്റർ അല്ലേ, വെലാസ്കോ. നിങ്ങൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് 10 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൗ ഡിഡ് ദ ഷിപ്പ്‌റെക്ക്? സെക്കൻഡ് വൺ, were you prepared to face such a disaster?
What gave you the strength to remain afloat? Are you dare enough to travel in ship anymore? Why were your shipmates unable to survive? How did it feel to be alone at sea? Next, what precautions do you think ships should take to face such disasters? Eighth one, would you like to continue your service in the Navy? Ninth one, what were you doing in the ship on the time of accident? Tenth one, has the incident left any lasting impression on you? Then activity 2, suppose you are one of the speakers at a function in which the narrator Velasco is being congratulated. Deliver a speech congratulating him for his brave deed. ഓക്കെ, എന്താണ് വെലാസ്കോയെ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ടൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ആ ഒരു സ്പീച്ച് എങ്ങനെയായിരിക്കും, അതാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ എഴുതാം? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ടുഡേ ഹിയർ വി ഹാവ് ഗാദർഡ് ടു ഹണർ മിസ്റ്റർ ലൂയിസ് വെലാസ്കോ. ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു കൺഗ്രാജുലേറ്റ് മിസ്റ്റർ വെലാസ്കോ. നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്താണ്? വെലാസ്കോയെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തിനാണ്? വെലാസ്കോയെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ്. ഹി ഈസ് ദ ഓൺലി സർവൈവർ ഓഫ് ദി കൊളംബിയൻ ഷിപ്പ്‌റെക്ക്. We all know that his survival is heroic. Clinging to a life raft without food and water, he survived 10 days on the open sea. It is impossible normally, but he made it. I am congratulating you for your brave deed. Your serenity is stronger than the sea. Let me conclude my words. Thank you. ആ കൊളംബിയൻ ഷിപ്പ്‌റെക്കിൽ ആകെ രക്ഷപ്പെട്ടിട്ടുള്ള ഒരാളാണ് എന്താണ്? വെലാസ്കോ അല്ലേ? അദ്ദേഹം രക്ഷപ്പെട്ടത് തന്നെ എന്താണ്? ഭയങ്കരമായിട്ടുള്ള റിസ്കുകളൊക്കെ എടുത്തുകൊണ്ടാണ് അല്ലേ? അദ്ദേഹം ആ ലൈഫ് റാഫ്റ്റിൽ ഫുഡും വാട്ടറും ഒന്നുമില്ലാതെ 10 ദിവസം അവിടെ അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു കാര്യം എന്താണ്? ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളതല്ല, എങ്കിലും അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധീരപ്രവർത്തനത്തെ നമ്മളിവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് എന്ന് പറയാണ് അല്ലേ? ഓക്കെ.